എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്, ഹീ ഈസ് സീനിയർ ദാൻ മീ. ഈ ഒരു സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് അവൻ എന്നേക്കാൾ പ്രായക്കൂടുതലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവൻ എന്നേക്കാൾ മുതിർന്നയാളാണ് എന്നാണ് പറയേണ്ടത്. സോ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹീ ഈസ് സീനിയർ ദാൻ മീ അല്ല, ഹീ ഈസ് സീനിയർ ടു മീ. നമ്മൾ സാധാരണ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പാരിറ്റീവ്സിന് ശേഷം ദാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ അവൻ എന്നേക്കാൾ പൊക്കമുള്ളയാളാണ് എന്ന് പറയാൻ ഹീ ഈസ് ടോളർ ദാൻ മീ എന്നാണ് പറയുന്നത്. പക്ഷേ ഓവറിൽ എൻഡ് ചെയ്യുന്ന കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം നമ്മൾ ഒരിക്കലും ദാൻ യൂസ് ചെയ്യത്തില്ല, ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സീനിയർ അത് ORലാണ് എൻഡ് ചെയ്തത് അല്ലേ. അതേപോലെ തന്നെ ജൂനിയർ ടു, സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, പ്രയർ ടു, ഇങ്ങനെ ORൽ എൻഡ് ചെയ്യുന്ന കമ്പാരിറ്റീവ്സിന് ശേഷം നമ്മൾ ടു മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ യെസ്റ്റർഡേ. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് എന്നാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരിക്കലും കഴിഞ്ഞു പോയ കാലത്തെ കുറിക്കുന്ന വാക്കുകൾ യൂസ് ചെയ്യാറില്ല. ഇവിടെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ, അത് കഴിഞ്ഞു പോയതാണെന്ന് വ്യക്തമാണ്. സോ അങ്ങനെ ഉള്ള വേർഡ്സ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാറില്ല. സോ ഇവിടുത്തെ കറക്ഷൻ എന്ന് പറയുന്നത് യെസ്റ്റർഡേ എന്നുള്ള വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്യത്തില്ല. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, അതായത് ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി യെസ്റ്റർഡേ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. അതായത് ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതി, അതെങ്ങനെ പറയും? ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതി എന്നാണ്. പക്ഷേ ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ അങ്ങനെയൊന്നും പറഞ്ഞ് കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാറില്ല. ഇനി അടുത്തത് ദ ന്യൂസ് ആർ ട്രൂ. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ ന്യൂസ് എന്ന് കാണുമ്പം എസ് ഉള്ളത് കൊണ്ട് അത് പ്ലൂറൽ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. സോ ഇവിടുത്തെ കറക്ഷൻ എന്ന് പറയുന്നത് ദ ന്യൂസ് ആർ ട്രൂ എന്നല്ല, ദ ന്യൂസ് ഈസ് ട്രൂ. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ഹാവ് യു ടേക്കൺ യുവർ ലഗേജസ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ലഗേജ് എടുത്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം ലഗേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ കൂടെ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ലഗേജ്. അപ്പം അതിന് ഒരു പ്ലൂറൽ ഫോം ഇല്ല. അതുകൊണ്ട് ഒരിക്കലും ലഗേജസ് എന്ന് പറയരുത്, ലഗേജ് എന്ന് മാത്രമേ പറയാവുള്ളൂ. സോ ഹാവ് യു ടേക്കൺ യുവർ ലഗേജ്, നിങ്ങൾ നിങ്ങളുടെ ലഗേജ് എടുത്തിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, വി ഹാവ് ബോട്ട് സം ന്യൂ ഫർണിച്ചേഴ്സ്. ഇവിടെ നമുക്ക് പറയേണ്ടത് ഞങ്ങൾ കുറച്ച് പുതിയ ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലഗേജ് സിംഗുലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഫർണിച്ചറിനും നമ്മൾ പ്ലൂറൽ ഫോം ഇല്ല, അതെപ്പോഴും സിംഗുലർ ഫോമായിട്ട് തന്നെ യൂസ് ചെയ്യാവുള്ളൂ. സോ ഇവിടെ ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞത് തെറ്റാണ്. സോ ഇവിടുത്തെ കറക്ഷൻ എന്താണ്? വി ഹാവ് ബോട്ട് സം ന്യൂ ഫർണിച്ചർ. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഹീ ആൻഡ് ഐ ആം വെൽ. ഇവിടെ നമുക്ക് പറയേണ്ടത് അവനും ഞാനും സുഖമായിരിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഹീ ആൻഡ് ഐ എന്നല്ലേ പറഞ്ഞേ, അതായത് ഞങ്ങൾ രണ്ട് പേരുണ്ട്. അപ്പം ഞങ്ങൾ എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പം ഞങ്ങൾ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന വേർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. സോ ഹീ ആൻഡ് ഐ ആർ വെൽ എന്ന് വരും. ഹീ ആൻഡ് ഐ ആർ വെൽ. ഇനി അടുത്ത സെൻറ്റൻസ്, വെയിറ്റ് ഫോർ റാണി ആൻഡ് ഐ. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് എനിക്കും റാണിക്കും വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നാണ്.
സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ റാണി ആൻഡ് മീ എന്നാണ് പറയേണ്ടത്. വെയിറ്റ് ഫോർ റാണി ആൻഡ് മീ, എനിക്കും റാണിക്കും വേണ്ടി കാത്തിരിക്കൂ. സോ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആദ്യത്തെ സെൻറ്റൻസ് കൂടെ എടുക്കാം. അതായത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞില്ലേ ഹീ ആൻഡ് ഐ ആർ വെൽ. അവിടെ ഹീ ആൻഡ് ഐ എന്നാ പറഞ്ഞതല്ലേ. എന്തുകൊണ്ടാണ് അവിടെ ഐ വന്നത്? അവിടെ അവനും ഞാനും ആണ് അവിടുത്തെ സബ്ജക്റ്റ് അല്ലേ, പ്രവൃത്തി ചെയ്യുന്ന അല്ലെ ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഞാനും അവനും. അങ്ങനെ നമുക്ക് പറയേണ്ടപ്പം എപ്പോഴും ഐ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഹീ ആൻഡ് ഐ ആർ വെൽ. അവിടെ നമ്മൾ ഹീ ആൻഡ് മീ എന്ന് പറയത്തില്ല. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താ പറഞ്ഞത്? എനിക്കും റാണിക്കും വേണ്ടി വെയിറ്റ് ചെയ്യൂ. അതായത് ഇവിടെ ഞങ്ങൾ പ്രവൃത്തി, അത് ആക്ഷൻ റിസീവ് ചെയ്യുവാണ്, അല്ലാതെ ഞങ്ങളല്ല പ്രവൃത്തി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാനും റാണിയും ഒബ്ജക്റ്റാണ്. സോ എപ്പോഴൊക്കെ ഒബ്ജക്റ്റായിട്ട് നമുക്ക് പറയണമോ അവിടെ മീ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഒരിക്കലും വെയിറ്റ് ഫോർ റാണി ആൻഡ് ഐ എന്ന് പറയരുത്. അപ്പോൾ സബ്ജക്റ്റായിട്ട് പറയുമ്പം എപ്പോഴും അവനും ഞാനും എന്നുള്ളത് ഐ പറയുക, അവൾക്കും എനിക്കും എന്നുള്ള രീതി ഒബ്ജക്റ്റായിട്ട് പറയേണ്ടപ്പം നമ്മൾ മീ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് അനു, റാണി ആൻഡ് മീര ഗോസ് ടു സ്കൂൾ. അനുവും റാണിയും മീരയും സ്കൂളിൽ പോകുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇതല്ല മിസ്റ്റേക്ക് എന്നാണ്. ഇവിടെ ഗോസ് എന്നല്ല വരേണ്ടത്, ഗോ എന്നാണ്. അനു, റാണി ആൻഡ് മീര ഗോ ടു സ്കൂൾ. കാരണം എന്തുകൊണ്ടാണ്? അനു, റാണി, മീര എന്ന് പറയുന്ന 3 പേരുണ്ട്. അപ്പം അവർ സ്കൂളിൽ പോകുന്നു എന്ന് പറയാൻ ദേ ഗോ ടു സ്കൂൾ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ 3 പേരായിട്ട് പറയുമ്പോഴും നമ്മൾ അവിടെ ഗോ തന്നെയാണ് പറയുന്നത്. അനു, റാണി ആൻഡ് മീര ഗോ ടു സ്കൂൾ. അവിടെ എന്തുകൊണ്ടാണ് ഗോ വന്നത്? ഇവിടെ 3 പേരുണ്ട് അല്ലേ, അതായത് സബ്ജക്റ്റ് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ വരുന്ന വേർബും പ്ലൂറൽ ആയിരിക്കണം. നമുക്കറിയാം ഏതൊരു വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്താൽ അത് സിംഗുലർ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ ഗോസ് എന്ന് പറഞ്ഞത് സിംഗുലറാണ്, അപ്പോൾ അതിനെ പ്ലൂറൽ ആക്കണം. പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആ വേർബ് എന്താണോ അത് ബേസ് ഫോമിൽ പറഞ്ഞാൽ മതി. പോവുക എന്ന് പറയാൻ ഗോ, അതാണ് പ്ലൂറൽ ഫോം. സോ അനു, റാണി ആൻഡ് മീര ഗോ ടു സ്കൂൾ. ഇനി അടുത്തത് ഐ ഡോണ്ട് നോ നത്തിങ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് എനിക്കൊന്നും അറിയില്ല എന്നാണ്. സോ എപ്പോഴും ഓർക്കുക, ഇവിടെ ഒരു സെൻറ്റൻസിൽ തന്നെ 2 നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്തല്ലേ, ഡു നോട്ടും നത്തിങ്ങും. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയത്തില്ല. സോ ഐ ഡോണ്ട് നോ എനിത്തിങ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും ഐ ഡോണ്ട് നോ എനിത്തിങ് എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് ഡിഡ് യു വെൻറ്റ് ദെയർ യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് നീ ഇന്നലെ അവിടെ പോയോ എന്നാണ്. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വെൻറ്റ് അല്ല വരേണ്ടത്, ഗോയാണ്. ഡിഡ് യു ഗോ ദെയർ യെസ്റ്റർഡേ. അതായത് എപ്പോഴൊക്കെ ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ കൂട്ടത്തിൽ വരുന്ന വേർബ് എപ്പോഴും ബേസ് ഫോമിലായിരിക്കണം. അതായത് ഏതാണോ വേർബ്, ഇപ്പം പോവുക എന്ന് പറയാൻ ഗോ ആണെന്ന് നമുക്കറിയാം, ആ V1 ഫോം തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ ഇവിടെ ഡിഡ് യു ഗോ ദെയർ യെസ്റ്റർഡേ. ഇതേപോലെ തന്നെ നിങ്ങൾ ഇന്നലെ അവനെ കണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. കണ്ടോ, ഡിഡ് വന്നതുകൊണ്ട് കാണുക എന്നുള്ളതിൻ്റെ ബേസ് ഫോമാണ് സീ. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഹീ ഈസ് ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അതായത് നമുക്ക് പറയേണ്ടത് അവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കൂടിയ ആൺകുട്ടി അവനാണ് എന്നാണ് പറയേണ്ടത്. സോ ഇവിടെ ടോളസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം ടോൾ, ടോളർ, ടോളസ്റ്റ്. ഇതിലെ ടോളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണല്ലേ. അതിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ദ യൂസ് ചെയ്യണം. സോ ഇവിടെ ഹീ ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്ന് വരും. ഹീ ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവനാണ് ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കൂടിയ ആൺകുട്ടി എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, വെയിറ്റ് ഹിയർ അണ്ടിൽ ഐ വിൽ കം ബാക്ക്. നമുക്ക് പറയേണ്ടത് ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കൂ എന്നാണ്. സോ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ വെന്ന്, അണ്ടിൽ, ബിഫോർ ഇങ്ങനത്തെ കൺജങ്ഷൻസ് യൂസ് ചെയ്യുമ്പം അത് കഴിഞ്ഞ് വരുന്നിടത്ത് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്തില്ല. സോ ഇവിടെ വെയിറ്റ് ഹിയർ
until I come back. Wait here until I come back. ഇത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ കാത്തിരിക്കൂ എന്നാണ് മീനിങ്. സോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.